ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻസ് വരയ്ക്കുന്ന ചെറിയൊരു മാറ്റമുണ്ട്. നമുക്ക് ഈ താഴേക്ക് 12 കോളംസ് മതി, 13 കോളംസ് വേണ്ട. സാധാരണയൊക്കെ നമ്മൾ വരയ്ക്കുന്നതിന് മുകളിൽ നിന്ന് വലത്തേക്ക് 10 കോളംസും താഴേക്ക് 13 കോളംസും ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 12 കോളംസ് മതി. അപ്പം അതൊരു ഡിസ്റ്റൻസ് ഇട്ട് നിങ്ങൾ വരച്ചാൽ മതി. അപ്പം നിങ്ങൾ ഡോട്ട് ഇട്ട് പോകുമ്പം, അതായത് അടയാളപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ അടയാളപ്പെടുത്തി പോകുക. അതിന് ശേഷം ബാക്കി വരയ്ക്കുന്ന സമയത്ത് ഈ പറഞ്ഞ 12 കോളംസ് ഉള്ളത് വരച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് ലൈൻസ് വരച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ വരയ്ക്കുന്ന റെക്റ്റാങ്കിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് നമ്മൾ ഫേസ് വരുന്ന ഏതൊക്കെ കോളത്തിലാണ് ആ കോളംസ് മാത്രം നമ്മൾ ക്രോസ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് വരച്ചാൽ മതി ഓരോ കോളംസിലും. നമ്മൾ മെയിനായിട്ട് ഫേസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പം ഫുള്ളായിട്ട് നമ്മൾ വരയ്ക്കുന്നില്ല. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും വരയ്ക്കാം. അപ്പം നിങ്ങൾക്ക് ഫേസിൽ മാത്രം നമുക്ക് ബുദ്ധിമുട്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രമായിട്ട് നമ്മൾ അങ്ങനെ ഇടുന്നതാണ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതോടെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രീരാമൻ്റെ ഒരു ഫോട്ടോ ആണ് വരയ്ക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പം കൂടുതലായിട്ടും ഒത്തിരി പേരിങ്ങനെ വരച്ചിടുന്നുണ്ട് ശ്രീരാമൻ്റെ ഫോട്ടോ ഈ ഒരു സമയത്ത്. അപ്പം അതൊക്കെ അത്യാവശ്യം നല്ല വ്യൂവും വരുന്നുണ്ട്. അപ്പം ആ ഒരു ഇതിൽ കണ്ടിട്ട് ഞാനിപ്പോൾ വരയ്ക്കുന്നതാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഡ്രോയിങ് എത്രത്തോളം വ്യൂ വരുന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഞാനൊന്ന് വരയ്ക്കാൻ പോവുകയാണ്. അപ്പം ശ്രീരാമൻ്റെ ഒരു ഫോട്ടോ ഞാനും ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത്. ഈ ഒരു ചാനൽ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടൊന്നുമില്ല, ഇതൊന്നും ഞാൻ വരച്ചിട്ടുമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫേസിൻ്റെ ആ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഫേസിൽ നമ്മൾ ക്രോസ് ആയിട്ട് വരച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഈ ഒരു ഫോട്ടോ നല്ല രീതിയിൽ വരച്ചെടുക്കണം. അപ്പം അതിൻ്റെ കണ്ണൊക്കെ വരയ്ക്കാൻ നമുക്ക് അല്ലാതെ വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ ഞാൻ ഗ്രിഡ് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എങ്ങനെ ഗ്രിഡ് ഇടുന്നത്. ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് വരച്ചാൽ മാത്രം മതി. അതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ആ ഫോട്ടോ ഇവിടെ റെഫറൻസ് ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നമുക്ക് ചെയ്യാം. അപ്പം ഈ റെഫറൻസ് ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. രണ്ട് തരത്തിലും കൊടുത്തേക്കാം. സാറിന് പോലെ ഗ്രിഡ് ലൈൻസ് ഇട്ടാക്കുന്ന കൊടുത്തേക്കാം, അല്ലാത്ത ഈ രീതിയിലുള്ളതും കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഫേസ് വരയ്ക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഫേസിൻ്റെ ഇത്രയും ഭാഗത്ത് ആണ് കൂടുതലായിട്ട് നമ്മൾ അതായത് ഗ്രിഡ് ലൈൻസ് ഇട്ട് വെച്ചിരിക്കുന്നത് ക്രോസായിട്ട്. അപ്പം ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് ചെയ്താൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ തന്നെ വരച്ച് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഫേസ് വരയ്ക്കുന്നിടത്ത് മാത്രം ഈ രീതിയിൽ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് സാറിന് വരച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കണ്ണൊക്കെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഗ്രിഡ് ലൈൻസ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കണ്ണിൻ്റെ ഒക്കെ ഭാഗം ക്ലിയറായിട്ട് വരയ്ക്കാൻ പറ്റും. ഒരുപാട് കണ്ണ് തെറ്റിപ്പോകാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാം മൂക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലർക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നല്ല ഇതുപോലെ ക്രോസായിട്ട് ലൈൻസ് ഇട്ടിട്ട് ഈ രീതിയിൽ നിങ്ങൾ വരച്ചാൽ മതി. പിന്നെ പലർക്കും ഈ പല്ല്, അതായത് ചിരിച്ച് ഇങ്ങനെ ഫോട്ടോസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം ചിലരൊക്കെ അങ്ങനെയുള്ള ഫോട്ടോ ഒഴിവാക്കി വിടാറാണ് പതിവ്. അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനത്തെ ഫോട്ടോ ഒഴിവാക്കാണ്ട് ആ ഒരു ഫോട്ടോസ് തന്നെ നോക്കി വരയ്ക്കാൻ പഠിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ രീതിയിൽ ഗ്രിഡ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പല്ലിൻ്റെയൊക്കെ ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങളിപ്പം ഡ്രോയിങ് പഠിച്ച് തുടങ്ങുന്ന സമയമാണെങ്കിൽ ഞാൻ വരയ്ക്കാൻ പറയില്ല. നിങ്ങൾ സാധാരണ പോലെയൊക്കെ ഉള്ള ഡ്രോയിങ് ചെയ്തിട്ട്
ഒരു കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ പല്ലിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ വരച്ചാൽ മതി. അപ്പം നിങ്ങൾ സാധാരണ ഉള്ള ഫോട്ടോ ഒക്കെ ആദ്യം ഒന്ന് വരച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു ഒരു വിശ്വാസമൊക്കെ ആയിട്ട്, അതായത് നിങ്ങളൊരു നല്ല രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയെന്നൊക്കെ ഒരു തോന്നലുണ്ടായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് വരയ്ക്കുക. കാരണം നമ്മൾ ഒരു ഡ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രോയിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ഫോട്ടോസൊക്കെ ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടി തരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ചിരിച്ചിരിക്കുന്ന ഫോട്ടോസ് വരയ്ക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല. നമ്മൾ ഏത് തരത്തിലുള്ള ഫോട്ടോസ് കിട്ടിയാലും നമുക്ക് വരച്ചെടുക്കാനുള്ളൊരു ടാലൻ്റ് ഉണ്ടായിരിക്കണം. അപ്പം ആ ഒരു കഴിവിനെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരിക. നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം ഞാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഒഴിവാക്കിയിടുമായിരുന്നു. കാരണം നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട്. അപ്പം മിക്കവർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ പല്ലിന് കാര്യമൊക്കെ വരയ്ക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കുന്ന സമയത്തൊക്കെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ പല്ല് വരയ്ക്കാൻ തെറ്റിപ്പോയെന്ന് വരും, നിങ്ങൾ അത് ഉപേക്ഷിച്ചിട്ട് പോലെ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങൾ വരച്ച് ഇമ്പ്രൂവ് ചെയ്ത് വരും. നമ്മൾ തെറ്റിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും പഠിക്കുക. അപ്പം നമ്മൾ ഈ ഒരു പ്രാവശ്യം തെറ്റുന്നിടത്ത് അടുത്ത പ്രാവശ്യം നമ്മൾ വരയ്ക്കുമ്പോൾ തെറ്റണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ തെറ്റിച്ചൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പം പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ രീതി കണ്ടിട്ട് നിങ്ങൾ വരച്ചാൽ മതി, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് തന്നെ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോലെ ഔട്ട്ലൈൻസ് ഇട്ട ഫോട്ടോ നോക്കിയിട്ട് അതുപോലെ വരച്ച് പോയാൽ മാത്രം മതി. ഇപ്പോൾ നമുക്ക് മുടിയൊക്കെ വരച്ചാൽ മതിയല്ലോ, അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ ഫുള്ളായിട്ട്, അതായത് ഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോ അല്ല, ഏകദേശം നമ്മൾ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം പകുതി ഭാഗത്ത് മാത്രമേ ഈ ഒരു ഡ്രോ നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഔട്ട്ലൈൻസ് ചുമ്മാ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഔട്ട്ലൈൻ ഇട്ട ശേഷം ആ ഒരു ചുറ്റുള്ള ഭാഗമാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മായ്ച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഡ്രോ ചെയ്തിട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് ഔട്ട്ലൈൻസ് മായ്ച്ചാലും മതി. അതായത് നമുക്ക് ആ ഒരു ഫോട്ടോ കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഔട്ട്ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്ത് മാത്രം അതിൻ്റെ അകത്ത് നമുക്ക് വരയ്ക്കാനുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത്രയും കൂടെ ഭാഗം ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ, അതായത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതി തന്നെ വരച്ച് പോയത്. കാരണം നമുക്ക് ഫേസ് കുറച്ചുകൂടെ ഒരു ഫുള്ളായിട്ട് വരും ഈ ഒരു പേപ്പറിൽ. അപ്പോൾ അത് നമുക്ക് ഫേസ് കുറച്ചുകൂടെ മുഴുത്തായിട്ട് വരയ്ക്കേണ്ടി വരും. അപ്പം കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ തന്നെ വരച്ച് പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫേസ് ഫുള്ളായിട്ട്, അതായത് ആ ഒരു സെൻറ്റർ ഭാഗം മാത്രമായിട്ട് നിങ്ങൾക്ക് ഫേസിൽ, അതായത് ഒരു പേപ്പറിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആ സെൻറ്റർ ഭാഗം മാത്രമായിട്ട് മതിയെങ്കിൽ നിങ്ങൾക്ക് അത്ര ഭാഗം ക്രോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ആയിരിക്കില്ല, അതായത് ഞാനിപ്പം ഔട്ട്ലൈൻസ് ഇട്ട് പറയാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഔട്ട്ലൈൻസ് ഇട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പം ഈ ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പാർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ ഉള്ളൂ.